Hello guys, welcome back to a new vlog. എൻ്റെ പേര് ജിത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ മാരിൻ ഫോർ കോർണറിൽ ഞാൻ ഒരു അഡ്ജസ്റ്റബിൾ ഡബിൾ കിക്ക് സ്റ്റാൻഡ് വാങ്ങിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ സൈഡ് സ്റ്റാൻഡ് വെക്കാമെന്ന് വെച്ചാൽ, പക്ഷേ അത് നമുക്ക് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഇത്തിരി പാടായിരിക്കും. വെച്ചാൽ ബാക്കിൽ പാനിയർ ബാഗ്, ഫ്രണ്ടിൽ പാനിയർ ബാഗ് വരുമ്പോൾ നമുക്ക് വെയിറ്റ് താങ്ങില്ല, ചിലപ്പോൾ ഒടിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നമുക്ക് അഡ്ജസ്റ്റബിൾ ഡബിൾ കിക്ക് സ്റ്റാൻഡാണ്. ഇതാണ് സ്റ്റാൻഡ്. ഡെക്കാത്തറിൽ വാങ്ങിച്ചത്. ഡെക്കാത്തറിൽ സ്റ്റാൻഡ് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നത് 2,999 ആണ്. ഓഫറിൽ നമുക്കൊരു 1,500 റേഞ്ച് കിട്ടും. ഇതിലുണ്ട് അഡ്ജസ്റ്റബിൾ ഡബിൾ സ്റ്റാൻഡ് 2628 അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് ആർക്കായാലും സെറ്റ് ചെയ്യാൻ പറ്റും, സിമ്പിളാണ്. അപ്പോൾ ഇതിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് തന്നെ അലുമിനിയം കൊണ്ട് വന്നത്. അലുമിനിയം വന്നത് വെയിറ്റൊക്കെ വളരെ കുറവാണ്. ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് മാഗ്നറ്റാണ്. മാഗ്നറ്റ് ഞാൻ കാണിച്ച് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഭാഗം വരെ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഭാഗം വരെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണോ? അതെ, അതുപോലെ നമുക്ക് കയറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിലുണ്ട്. 28 അതൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വരും. അപ്പോൾ ആ ടൈപ്പാണത്. പിന്നെ വന്നത് ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും അലുമിനിയം തന്നെ. പിന്നെ ഇത് മാത്രമാണ് ഇത് തന്നെ. കണ്ടോ, ഈ ഭാഗം ഫുള്ള് ഇതാണ്, അലുമിനിയം അല്ല, സ്റ്റെയിൻലെസ് സ്റ്റീലും അല്ല. ഞാനിത് മേടിച്ചപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ റോഡ് റണ്ണർ പോലെ സൈക്കിളിലൊക്കെ അതിൻ്റെ സ്റ്റാൻഡ് തന്നെ ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹോളൊക്കെ ഉണ്ടാവും, ഇവിടെ തന്നെ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് സെറ്റ് ചെയ്യണത്. പക്ഷേ ഇതിന് ഹോളുണ്ടാവും, ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവർക്കും പറ്റൂട്ടോ. ഇത് എന്നുവെച്ചാൽ അതിന് പറ്റിയുള്ള ഇതാണ് കൊടുത്തേക്കണം. ഇത് ഇങ്ങനത്തെ ഈ മോഡൽ സൈക്കിളിലൊക്കെ പറ്റുന്നതാണ്. പിന്നെ റോഡ് റണ്ണറിലൊക്കെ തന്നെ ഇങ്ങനത്തെയാണ്, അല്ലെങ്കിൽ ടൈപ്പാണ്. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഇതിന് വന്നേക്കണത്. നമുക്കിനി ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാണ്ട് വേണ്ടത് ഈ ടൂളാണ്. 14-5 സ്പാനറാണ് വേണ്ടത്. റിംഗ് ടൈപ്പിന് ഇതിനും ബെറ്റർ ആയിരിക്കും. നമുക്ക് 14 യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അന്ന് തന്നെ അധികം ഇത് അയച്ചെടുക്കണം. ഇത് ഊരിയെടുത്തിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സംഭവം സെറ്റായി. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാൻഡിലിട്ട് നോക്കാം. ഓക്കെ, സെറ്റ്. സംഭവം സക്സസ്സായി. ടച്ച് ചെയ്യാനുള്ള ഇപ്പോൾ നമുക്ക് ശരിക്കും ഉപകാരപ്പെടും. എന്ന് വെച്ചാൽ ശരിക്കും യൂസ്ഫുള്ളാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ ചെയിനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കടത്തിയിട്ടൊക്കെ ഈ മറ്റേ സൈഡ് സ്റ്റാൻഡിൽ വെച്ച് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമാണ് ക്ലീൻ ചെയ്യാനും. എന്തുകൊണ്ടും ശരിക്കും യൂസ്ഫുള്ളാണ്. നമ്മൾ സ്ട്രോങ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെയിൻ ടച്ച് ചെയ്യണം നോക്കട്ടോ. ചെയിൻ അടിക്കുമ്പോൾ ടച്ച് ചെയ്യേണ്ടതാണ്. കട്ടറൊക്കെ ചേടുമ്പോൾ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇനി ഗിയറൊന്ന് മാറ്റി വെക്കാം. സ്റ്റാൻഡിലിട്ടിട്ട് സ്റ്റാൻഡിലിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലാണ്ട് നമുക്ക് നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ ലോയിലാണ് കിടക്കണത്. ഇപ്പോൾ ടച്ചും ചെയ്യണല്ലോ, ടച്ചും ചെയ്യണല്ലോ. നമുക്ക് ഹൈയിലേക്ക് ഇട്ട് നോക്കാം. ഗിയറൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ടച്ചും ചെയ്യണല്ലോ. ഈ ഗട്ടർ ചാടും മാത്രം ടച്ച് ചെയ്യുള്ളൂ, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടോ? ഓക്കെ,
എനിക്കിപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്താ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ പെഡൽ ഇവിടേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഷൂ ഇതുമ്പോൾ ടച്ച് ചെയ്യുമെന്ന് ഡൗട്ടുണ്ട്. അത് ചവിട്ട് ചെയ്തുകൊണ്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കൊരു ഐഡിയ തോന്നി വെച്ചാൽ ഇവിടെ ഈ ഭാഗത്ത് എന്തെങ്കിലും പീസ് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഈ ഗ്യാപ്പിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയിൻ ടച്ച് ചെയ്യില്ല, കട്ടറാടുമ്പോൾ ചെയിൻ ടച്ച് ചെയ്യില്ല, കുറച്ച് താന്നിക്കുകയും ചെയ്യും. എന്നപോലെ പെഡലും ഷൂസ് കൂടെ ഇതുമ്പോൾ ടച്ചും ചെയ്യില്ല. ടച്ച് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല, ചവിട്ട് ചെയ്ത് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ചാൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ പ്രശ്നം മാറി കിട്ടും. അതിൻ്റെ ഗ്യാപ്പിൽ എന്തും ചെയ്യേണ്ടി വരും. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലത്തെ റാക്കിൻ്റെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ മാത്രമല്ല ഈ സ്റ്റാൻഡിൽ ഇനി സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ സ്റ്റാൻഡുമ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡുമ്പോൾ നമ്മൾ ഷൂസ് ടച്ച് ചെയ്യുമെന്ന് നമുക്ക് ഈ റൈഡ് നോക്കി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഡൗട്ടിന് ഇന്ന് ചോദിക്കുക, കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.